ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു വെജ് പുലാവാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വെജ് പുലാവ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് 2ആയി മുറിച്ചത്, ഒരു ചെറിയ പീസ് സിന്നമൺ എടുത്തിട്ടുണ്ട്, കറുവാപ്പട്ട അത് ഒരു 2-3 പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 4 ഗ്രാമ്പൂ, പിന്നെ തക്കോലം, ഒരു ബേ ലീഫ് കൂടെ എടുത്തിട്ടുണ്ട്, അതൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു 2-3 ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളിയും ഇതുപോലെ ചോപ്പ് ചെയ്തതാണ്, അതും ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പൊട്ടറ്റോ ആണ്, ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ പീസസ് ആക്കിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല, പച്ച ഗ്രീൻ പീസാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി വെജിറ്റബിൾസ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിതുപോലെ സ്ക്വയർ പീസ് ആക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഒരു 7-8 ബീൻസ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഏകദേശം 1 കപ്പുണ്ട്. ഒരു ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. മുളക് പൊടി ചേർക്കുന്നതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വെജിറ്റബിൾസിലൊക്കെ പിടിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി അളന്നിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 6 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ല പാകത്തിന് വെന്തിരിക്കും. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മുടെ റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും കൂടെ നെയ്യിൽ ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടിങ്കിൾസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.